അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡ് മത്സരം ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പോലീസ് ഒഫീഷ്യൽസ് എല്ലാവരും ഒരു കാര്യം ചെയ്തു. ഗ്രൗണ്ടിലേക്ക് വിസിലുമായി വന്ന ആരാധകരെ തിരിച്ചങ്ങോട്ട് വിട്ടു. എന്നിട്ട് പറഞ്ഞു, വിസിലൊന്നും ഇനി അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല എന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. അവരെല്ലാവരും ചിന്തിച്ച് എന്താ കാരണം ഗ്രൗണ്ടിലേക്ക് വിസിൽ കൊണ്ടുവരാം എന്നുള്ളത് ഏത് ഗ്രൗണ്ടിലും പറ്റുന്ന കാര്യമാണ്. അവിടെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം, കുടകള്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഡ്രസ്സ്, എക്സ്ട്രാ ഡ്രസ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പടക്കങ്ങൾ, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഈ വിസിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കേട്ടപ്പോഴേക്കും സത്യം പറഞ്ഞ എല്ലാ കാണികളും ഞെട്ടിപ്പോയി. ഇപ്പോൾ ട്രിപ്ലിക്കയിലുള്ള ഒരു ഹയർ ഒഫീഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യം, അത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം മാത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വിസിലിനെ തള്ളിക്കളയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം T20 മത്സരം, T20 ലോകകപ്പ് നടക്കുന്ന MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ വിസിൽ അലൗ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതിൻ്റെ പോയിന്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ക്രിക്കറ്റിലും പൊളിറ്റിക്സ് മിക്സ് ചെയ്യുവാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിസില് ഇപ്പോൾ TVKയുടെ ഒഫീഷ്യൽ സിമ്പിളായിട്ട് മാറിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ വിസിലാണ് TVKയ്ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിസിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ, അതായത് T20 ലോകകപ്പിൽ വിസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഒഫീഷ്യൽസ് വിസിൽ അകത്തോട്ട് കയറ്റാത്തതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. T20 ലോകകപ്പിനകത്ത് പൊളിറ്റിക്സ് മിക്സ് ചെയ്യുകയാണോ? ഇപ്പോൾ തമിഴ്നാട് ഇലക്ഷൻ വെറും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കെ ഗ്രൗണ്ടിൽ പോയ ആളുകൾ വിസിൽ ഊതിയാൽ അത് വിജയ്ക്ക് കൊടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണയാണെന്ന് ചിന്തിക്കാൻ മാത്രം എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ വിവരക്കേടുകളുമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഇത് വിവരക്കേടാണോ അതോ ഭയമാണോ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ചോദ്യം. കാരണം ഒരു വിസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സിമ്പലായിട്ട് മാറിയതിനു ശേഷം അത് പ്രചാരണത്തിൽ യൂസ് ചെയ്യുമ്പോഴേക്കും അത് ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. ഇത് ബാക്ക്ലാഷ് ചെയ്യാൻ പോകുന്നത് DMKയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും ഒക്കെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ എക്സിൽ പ്രത്യേകിച്ച് ഈ വിസിൽ അലൗ ചെയ്യാത്തതും ഈ വിസിൽ ബാനും വളരെ ശക്തമായിട്ട് തന്നെ ആരാധകർ പ്രതിഷേധിക്കുന്നുണ്ട്. മനസാ വാച പോലും പൊളിറ്റിക്സുമായി ചിന്തിക്കാതെ ക്രിക്കറ്റ് മാത്രം ആസ്വദിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ വിസിലുമായി എത്തിയ കാണികളെയാണ് പോലീസ് ഓഫീഷ്യൽസ് വിസിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓടിച്ചത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVKയുടെ പാർട്ടിയുടെ എൻട്രിയും അവർക്ക് കിട്ടിയ സിമ്പലായ വിസിലുമാണ് ആ ഐത്തത്തിന് കാരണമെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ DMKയും തമിഴ്നാട് സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിസിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാർക്ക് ഈ TVK കാരണം കിട്ടിയ സിമ്പൽ കൊണ്ടൊന്നും അല്ല വിസിൽ അവിടെയുള്ള ആളുകൾ അറിയാൻ തുടങ്ങിയത്. ചെന്നൈ സൂപ്പർ കിങ്സ്ക്ക് പെരിയ വിസിൽ അടിയുക എന്ന് പറഞ്ഞ് അവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന IPL ഏറ്റവും പ്രധാനപ്പെട്ട ടീം, ധോണി നയിക്കുന്ന ടീം ഇപ്പോൾ കേക്കോദിൻ്റെ കൈകളിലാണെങ്കിൽ പോലും അവിടെ ആ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ എന്ന് പറയുന്നത് വിസിലാണ്. വിസിൽ ബോർഡ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ CSKയുടെ ആന്തം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതിലെല്ലാം വിസിൽ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് വിജയുമായിട്ടാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ വിജയ് നേരത്തെ തന്നെ വിസിലിന് വേണ്ടി ഉന്നം വെച്ചിരുന്നതാണ്. TVKയും വിസിലിന് വേണ്ടി ഉന്നം വെച്ചിരുന്നതാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന സിനിമയിൽ വിജയ് തന്നെ പാടിയിട്ടുണ്ട്, സത്തം പൊത്താത് വിസിൽ പോഡ്. ആ വിസിൽ പോഡ് എന്ന പാട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുന്നുണ്ട്. എന്നാലും അതെല്ലാം കൊണ്ടുവന്നത് ഈ ചെന്നൈ സൂപ്പർ കിങ്സിലെ വിസിൽ പോഡ് കാരണമാണെന്ന് പോലും മനസ്സിലാക്കാൻ ഇവിടെ പലർക്കും പറ്റുന്നില്ല എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. അതായത് ഗോട്ടിൽ ആ വിസിൽ പോഡ് പാട്ട് പോലും CSK ആരാധകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. പിന്നീടാണ് അത് വിജയും TVKയും ഏറ്റെടുത്ത് വിസിൽ ചിഹ്നത്തിലേക്ക് പോകാമെന്ന് പോലും ധരിച്ചത് എന്നുള്ളത് നമുക്ക് ആ ടൈം ലൈനിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്നിട്ട് പോലും ചിലർക്ക് ഇവിടെ നേരം വെളുത്തിട്ടില്ല എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും TVK ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ ഇവിടെ ഒരു ഫുട്ബോൾ മത്സരം ചിദംബരം സ്റ്റേഡിയത്തിൽ വന്നാൽ റെഫറി വിസിൽ ഊതരുത് എന്നൊരു ബാനും കൂടെ വരുമോ എന്നുള്ള സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും കളിയാക്കലുകളും ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഈ വിസിൽ ഊതുന്നത് എന്തിനാണ്? ഒരു ഫൗൾ നടക്കുമ്പോഴേക്കും അത് ഡിസലവ് ചെയ്യുക, അത് നിർത്താൻ വേണ്ടിയിട്ടാണ് വിസിൽ എന്നത് പറയുന്നുണ്ട്. ഇവിടെ മൊത്തം ഫൗളാണെന്നാണ് TVKയുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. എന്തായാലും നാളെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റെഫറി വിസിലിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ളതും കൂടി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും വളരെയധികം ബാക്ക്ലാഷ് ആണ് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. IPLലും വിസിൽ ബാൻ ചെയ്യാൻ പോവുകയാണെന്നാണ് തീരുമാനമെങ്കിൽ DMKയ്ക്ക് ഇനിയും ശക്തമായ രീതിയിൽ ബാക്ക്ലാഷ് ഉണ്ടാകുമെന്നതും കൂടി ആരാധകർ പറയുന്നുണ്ട്. അത് CSKയ്ക്കും ധോണി ആരാധകരുടെ ഭാഗത്തു നിന്നും DMKയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രശ്നം ഉണ്ടാകാൻ സാധിക്കും. അതായത് DMK ശ്രമിക്കുന്നത് എന്താണെങ്കിൽ പോലും അത് TVK വോട്ടായിട്ട് മാറാൻ പോലും സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത്. എന്തായാലും
അങ്ങനത്തുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് ഈ വിസിൽ വിവാദങ്ങൾ ഇപ്പോൾ ശക്തമായിട്ട് തന്നെ വരുന്നത്. എന്തായാലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആരാധകർ വിസിലുമായി ബന്ധപ്പെട്ട് അവർ കളി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നവരെ പോലും നിരാശപ്പെടുത്തുന്നതായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ. എന്തായാലും ഇത് വീഴ്ചയാണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാണ് പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ തുടർന്നുള്ള മത്സരങ്ങൾ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ വിസിൽ അനുവദിക്കുമോ? ഈ മിസ്കമ്മ്യൂണിക്കേഷൻ മാറുമോ? ഇതൊക്കെ വളരെ നിർണായകമായ ചോദ്യങ്ങളാണ്. എന്തായാലും വിജയ് പേടി ശക്തമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു വിസിൽ ഗ്രൗണ്ടിൽ കയറ്റിയപ്പോൾ ഇത്രയും പേടിയെങ്കിൽ എന്തൊക്കെ ഇനി കാണേണ്ടി വരുമെന്നത് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.